വാണ്ടറിംഗ് മലബാറിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പുലിക്കയം എന്ന സ്ഥലത്താണ്, കോടഞ്ചേരി. ഇവിടെ ഇന്നും നാളെയും 3 ദിവസം ഇൻ്റർനാഷണൽ മലബാർ റിവർ ഫെസ്റ്റിവൽ, കയാക്കിംഗ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ സ്പോട്ടിലാണുള്ളത്. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. മത്സരം ഇനിയും ഇതുവരെ ആരംഭിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു മഴ കുറയാൻ വേണ്ടി കാത്തു നിൽക്കുകയാണെന്ന് തോന്നുന്നു. ഈ കാണുന്ന പുഴയിലാണ്. ഈ പുഴയുടെ പേര് ഇലവരഞ്ഞി പുഴ. ഈ കാണുന്ന ഇലവരഞ്ഞി പുഴയിലാണ് ഈ ഇന്റർനാഷണൽ മത്സരം നടക്കുന്നത്. ഇവിടെ ഇന്ന് അമച്വർ മത്സരവും ഇന്ന് പ്രൊഫഷണൽ മത്സരവും നാളെ അമച്വർ മത്സരവുമാണ് നടക്കുന്നത്. ഇത് കൂടാതെ പുല്ലൂരാമ്പാറ എന്ന സ്ഥലത്ത് കൂടി മറ്റൊരു മത്സരം കൂടെ നടക്കുന്നുണ്ട്. കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ വർഷത്തിലൊരിക്കൽ നടക്കുന്ന വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പാണ് മലബാർ റിവർ ഫെസ്റ്റിവൽ. സാധാരണയായി ജൂലൈ 25, 26, 27 തീയതികളിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. കേരള ടൂറിസം വകുപ്പും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും കോഴിക്കോട് ജില്ലാ പഞ്ചായത്തും ചേർന്നാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര കളിക്കാരും ഈ ഗെയിമിൽ മത്സരിക്കുന്നുണ്ട്. ചാലിയാറിൻ്റെ കൈവഴികളായ ഇരുവഞ്ഞിപ്പുഴ, ചാലിപ്പുഴ എന്നിവിടങ്ങളിലാണ് ഈ മത്സരങ്ങൾ നടക്കുന്നത്. ചാമ്പ്യൻഷിപ്പ് ആദ്യമായി നടന്നത് 2013 സ്ലാലോം, വാട്ടർ ക്രോസ്, ഡൗൺ റിവർ, സൂപ്പർ ഫൈനൽ, എക്സ്ട്രീം റേസ് എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ ഒരേയൊരു വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പാണിത്. ചാമ്പ്യൻഷിപ്പ് നേടുന്ന പുരുഷനെ റാപ്പിഡ് രാജ എന്നും സ്ത്രീയെ റാപ്പിഡ് റാണി എന്നും വിളിക്കുന്നു. ഇത്തവണ ഫ്രാൻസ്, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയുടെ മറ്റു സ്റ്റേറ്റുകളിൽ നിന്നും കയാക്കിംഗ് മത്സരത്തിനായി മത്സരാർത്ഥികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള കയാക്കർമാർ കോഴിക്കോട്ടെ ഇരുവഞ്ഞിപ്പുഴയിലെയും ചാലിപ്പുഴയിലെയും അതിവേഗ ജലത്തിൽ മത്സരിക്കുന്ന ആവേശകരമായ ഒരു പരിപാടിയാണ് മലബാർ കയാക്കിംഗ്. മലബാർ വേൾഡ് കയാക്ക് ചാമ്പ്യൻഷിപ്പ് കേരളത്തിലെ സാഹസിക വിനോദ രംഗത്തിന് ഉത്തേജനമാണ്.
സ്പോർട്സ് ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് മലബാർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പ്, വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗ്, കയാക്കിംഗ് പരിശീലനം, പ്രാദേശിക സ്ലാലോം മത്സരങ്ങൾ എന്നിവയും മറ്റു നിരവധി ആവേശകരമായ പരിപാടികളും നടത്തുന്നു. മത്സരാർത്ഥി 4 ഗേറ്റുകൾ താണ്ടിയാണ് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തേണ്ടത്. ആ മഞ്ഞ നിറത്തിൽ കെട്ടിയിരിക്കുന്ന കയറാണ് ഒരു ഗേറ്റ്. ചുവപ്പും പച്ചയും നിറത്തിലുള്ള അടയാളങ്ങൾ, സൈൻസ് തൂക്കിയിട്ടിരിക്കും. ആ 2 സ്ഥലത്തും പോയി ഓരോ ഗേറ്റിനടുത്തും ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടാവും. അവയുടെ അടുത്ത് പോയിട്ട് വേണം അവസാനം ഫൈനൽ ഗേറ്റ് കടക്കാൻ. ഏറ്റവും വേഗത്തിൽ ഈ 4 ഗേറ്റും കടക്കുന്നയാളായിരിക്കും, കടന്ന് ലക്ഷ്യസ്ഥാനത്തെത്തുന്നയാളായിരിക്കും ഇതിലെ വിജയി. കഴിഞ്ഞ 10 വർഷത്തെ കയാക്കിംഗ് മത്സരങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ വെള്ളവും പുഴയിൽ, അതുപോലെ തന്നെ ഏറ്റവും ശക്തമായ തിരകളുമുള്ള ഒരു സമയത്താണ് ഇത്തവണത്തെ കയാക്കിംഗ് മത്സരം നടക്കുന്നത്.